ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അല്പ ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ടോക്ക് ഇടാനായിട്ട് തമ്പുരാൻ എന്നെ അനുവദിച്ചതിന് ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയാണ്. ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പലപ്പോഴും നമ്മുടെ ലൈഫിൽ സഹനങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രഗിളായിട്ടുള്ളൊരു കാര്യമാണ്. അതികഠിനമായിട്ടുള്ള സഹനമൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് രോഗങ്ങളും മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് ഉള്ളൊരു ശേഷി അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് മാനുഷികപരമായിട്ടുള്ളൊരു ശക്തി പോരാ. അത് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞനുഭവത്തിലൂടെ സഹനത്തിൻ്റെ അനുഗ്രഹം, സഹനത്തിനപ്പുറത്തുള്ള ഒരനുഗ്രഹത്തെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏകദേശം ഒരു 6 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ്, എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അന്ന് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ആക്സിഡൻറ്റ് ടൈമിൽ വളരെ ഗുരുതരമായിട്ടുള്ള അപകടം തന്നെയായിരുന്നു. ആ ആക്സിഡൻറ്റിലൂടെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ തമ്പുരാൻ എന്നിലൂടെ കാണാൻ ആഗ്രഹിച്ച വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ സഹനത്തിലൂടെ കൊണ്ടുവരിക, ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്, അല്ലേ? പിന്നീട് ആ സഹനത്തിലൂടെ നമ്മൾ വിശ്വാസത്തെ വളർത്തിയെടുക്കാനായിട്ട് ദൈവം നമുക്കിങ്ങനെ സഹായം തരും. 2018 ഒരു വലിയ ദുരന്തമായിരുന്നു അത്. പക്ഷെ അപകടം ഉണ്ടായെങ്കിൽ പോലും ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളിലേക്കോ അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്കോ മരണത്തിലേക്കോ ഒന്നും വഴിതെളിക്കാതെ അത്ഭുതമെന്ന് പറയുന്ന രീതിയിൽ ദൈവം എന്ത് ചെയ്തു, കാത്തു പരിപാലിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ അന്നത്തെ ആ ഒരു 2018 ആ ആക്സിഡൻറ്റ് ആ ഒരു നാളുകളിൽ നമ്മളെ വളരെയേറെ വേദനിപ്പിച്ചു. പലരും ഇന്നും പറയും അത് ഓർക്കാൻ പറ്റാത്തൊരു ദിവസമാണ്, ദിനമാണ് എന്നൊക്കെ. നമ്മളിൽ പലരും പല സഹനങ്ങളും ഓർക്കാൻ ആഗ്രഹിക്കാത്തവരാണല്ലേ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിനത്തെ ഓർത്ത് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഒരു വിശ്വാസി ആവില്ലായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അങ്ങനെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയാൻ മാത്രമല്ല, നിങ്ങൾ കാത്തിരിക്കണം. ആ ഒരു സഹനം എന്ന് പറയുന്നത്